ഇന്ന് നമ്മുടെ കിച്ചണിൽ നല്ലൊരു ചതച്ച മാങ്ങ അച്ചാറാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മൂവാണ്ട് മാങ്ങ കൊണ്ടാണ് തയ്യാറാക്കണത്. നമ്മുടെ കുഞ്ഞിയമ്മിക്കുഴയിൽ ചതച്ച് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പറയാം നല്ലൊരു ഗ്രേവി മോഡൽ മാങ്ങയിൽ തന്നെ നമുക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ എടുക്കും. നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത്. എത്ര കാലം ഇരുന്നാലും കേടൊന്നും വരില്ല, പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ തീരും. ചതച്ച മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 2 മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് ചെത്തി നല്ല ചെനച്ച് വരുന്നുള്ള ആ മാങ്ങ ഒന്ന് ചെത്തി ക്ലിയർ ആയിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അച്ചാറെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നല്ല ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ മാങ്ങയിലേക്ക് മുളക് പൊടിയും അതുപോലെ കടുക് പൊടിച്ചതിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ ഇറങ്ങിച്ചെല്ലും. അതാണ് ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത. ഇപ്പം 2 മാങ്ങ നമുക്ക് തൊലി ചെത്തിയെടുക്കാം. ചതച്ച മാങ്ങ അച്ചാറാണത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി ടേസ്റ്റും അതുപോലെ മാങ്ങയിൽ ജ്യൂസി ആവാനൊക്കെ നമ്മൾ അച്ചാറിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ കയറാനായിട്ട് ചതച്ച മാങ്ങയാണ് നല്ലത്. പിന്നെ ഇതുപോലെ മാങ്ങ കഷ്ണിച്ചിട്ടുണ്ട്, അതുപോലെ വലിയ പീസാക്കി ഇങ്ങനെ ഇടും. എന്നിട്ട് വേണം നമ്മൾ മാങ്ങ ചതയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു സ്ക്വയർ പീസ് പോലെ ഇങ്ങനെ എടുക്കണം. എന്നിട്ടാണ് നമ്മളിത് ചതയ്ക്കണത്. ഇതിപ്പോൾ നമ്മൾ ഓരോ പീസ് എടുത്ത് ഇതിലേക്ക് ചതച്ചെടുക്കാം. അമ്മിക്കുഴയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി നമുക്ക് ഇതുപോലെ ഇതുപോലെ നമ്മൾ ഒന്ന് ചതക്കുന്നുണ്ട്. ഈ ലെവലിൽ ഒന്ന് ചതച്ചിട്ടാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. ഒന്ന് ചതച്ചിട്ടെടുക്കാം, അല്ലാതെ നമുക്ക് ചതച്ച് കൊണ്ടുവരാം. അപ്പം നമ്മൾ 2 മാങ്ങ ചതച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ കല്ലുപ്പ് ചേർക്കാം, ഉപ്പ് ആവശ്യത്തിനായിട്ടുള്ളത്. ഇതിങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ 2 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. കടുക് ഇതുപോലെ കുഞ്ഞിയമ്മിക്കുഴയിലൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. കടുക് എടുത്ത് നമുക്ക് ഇതുപോലെ കുഞ്ഞിയമ്മിക്കുഴയിൽ വെച്ചൊന്ന് ഇങ്ങനെ തിരകി കൊണ്ടുവരാം. അതായത് അതിൻ്റെ കറുപ്പ തൊണ്ടൊന്ന് പോകണം. ഇതുപോലെ ഒന്നിങ്ങനെ തിരകിയാൽ മതി. അതിൻ്റെ കടുകിൻ്റെ തൊലി പോയി 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവും. അത്രേ ആവശ്യമുള്ളൂ. ഇതുപോലെ നമ്മൾ കടുകൊക്കെ ഒന്നിങ്ങനെ കുഞ്ഞി അമ്മിക്കുഴ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരകി എടുക്കാന്നാ പറയാം. ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ എടുക്കുക. അതായത് അതിൻ്റെ കടുകൊന്ന് സ്പ്ലിറ്റ് ആവാം. ഇതും കൂടി നമ്മൾ ഉപ്പിട്ട മാങ്ങയിലിട്ട് ഇളക്കി ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ മൂടി വയ്ക്കാം. ഈ കടുക് ചതച്ചതിന് ചതച്ച മാങ്ങ അച്ചാറിന് നല്ലൊരു രുചി കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കടുക് ചതച്ചതും ഉപ്പും കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച മാങ്ങിയത് ഒരു 2 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ കണ്ട നല്ല വെള്ളമൊക്കെ വാർന്ന് നല്ല യോജിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായി കഷ്ണിക്കണേക്കാളും നന്നായി ഇതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേരും. അപ്പം ഇനി നമ്മൾ വേണ്ടത് ഒരു ചില്ലിൻ്റെ ബൗളെടുത്ത് നല്ലോണം ചൂടായ നല്ലെണ്ണ, തിളയ്ക്കണ്ട, നല്ലോണം ചൂടായ നല്ലെണ്ണ എടുക്കാം. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ നമ്മുടെ മുളക് പൊടി, സാദാ മുളക് പൊടിയാണിത്. പിന്നെ കായപ്പൊടി ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യാം. ഉലുവാപ്പൊടി ഓപ്ഷനിലാണ്, അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതന്നെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ചതച്ച മാങ്ങ അതിലേക്ക് ചേർക്കാം. ആ ഉപ്പ് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് നല്ല ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുണ്ട്. നമ്മൾ എടുത്തു വെക്കൊന്നും വേണ്ട, ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അല്ല, നല്ലൊരു അച്ചാറാണ്. ഇതിങ്ങനെ എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല, പെട്ടെന്ന് തന്നെ തീരും. നമ്മുടെ ഉപ്പൊക്കെ നമ്മൾ നേരത്തെ തന്നെ ആക്കിയ കാരണം നല്ല ഉപ്പൊക്കെ ചേർന്ന് നല്ലൊരു ഇങ്ങനെ ഒരു കുഴഞ്ഞ രൂപത്തിൽ കിട്ടും.
ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.